മീനുട്ടിക്ക് എന്താ പറയുന്നത് ചൂട് കയറിക്കൊള്ളുന്ന ചുമയുണ്ട്. അപ്പം രണ്ടുപേരെയും കൂടെ എന്തേ ആണ്ടെ ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. ഹോസ്പിറ്റലിൽ പോവാ ഡോക്ടർ മാമനെ കാണാൻ. ഡോക്ടറെ കാണിക്കാനായിട്ട് രണ്ടുപേരെയും കൂടെ കൊണ്ടുപോവാ. എന്നും ഇതേ ഉള്ളു, ഈ കുഴഞ്ഞ് ആശുപത്രി കയറി ഇപ്പോൾ കൊണ്ടുപോട്ടെ. എല്ലാം എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു പണി കിട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ പ്രിസ്ക്രിപ്ഷൻ കാണുന്നില്ല മീനുട്ടിയുടെ. അത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ചെന്ന് വേടമായിരിക്കുന്ന കേൾക്കാം. വണ്ടിയൊക്കെ എടുത്ത് അച്ചാച്ചനാണ് വരുന്നത്. അപ്പം ഞാനും ശില്പേച്ചിയുണ്ട്, മീനുട്ടിയുണ്ട്, അഹാനുണ്ട്. എല്ലാവരും കൂടെ പോയിട്ട് വരാം. അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് കാര്യം എന്താണെന്ന് പറയാവേ. നമ്മളങ്ങനെ അവിടെ എത്തി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, അവിടെ തൊട്ട് അടുത്ത അമ്പലത്തിൻ്റെ അവിടെ എത്താറായപ്പോഴത്തേക്ക് മീനുട്ടി കരച്ചിലങ്ങ് തുടങ്ങി. പാല് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ എത്തുകയും ചെയ്തു. അവിടെ എത്തുന്നത് വരെ നമുക്കൊരു എന്തായാലും ഒരു 10-25 മിനിറ്റ് ഉണ്ട് ഇവിടുന്ന്. അതുവരെ ആളിന് ഒരു കുഴപ്പമില്ലായിരുന്നേ. നല്ല കൂളായിട്ടിരുന്നിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലും ബഹളവും, പാല് വേണമെന്ന് പറഞ്ഞിട്ട്. അതുമല്ല നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 10 മിനിറ്റ് നേരത്തെ അവിടെ ചെന്നത്. എങ്കിലും 6 മണിയാകുമ്പം ആണ് നമുക്ക് ടൈം പറഞ്ഞത്. ആ ഓൺ ടൈമിൽ നമ്മൾ അവിടെ ചെന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ ഡോക്ടർ നോക്കത്തില്ല. ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്. ഡോക്ടർ ഓൺ ടൈമിൽ അവിടെ ചെല്ലണം. നല്ല തിരക്കായിരുന്നു. എല്ലാ പിള്ളേർക്കും ചൂടും ചുമയാണ് അവിടെ വരുന്നത്. മിക്ക പിള്ളേർക്കും അത് തന്നെയാണ് പ്രോബ്ലം. അപ്പം മീനുട്ടി അവിടെ ചെന്ന് കയറിയപ്പോഴും ഇങ്ങനെ ചിണുങ്ങി ഇരിക്കാൻ തുടങ്ങി. ആളിന് മനസ്സിലായി. അതിപ്പോൾ നമ്മൾ കണ്ടിട്ടിറങ്ങി ഡോക്ടറിനെ കണ്ടിട്ടിറങ്ങിയപ്പോൾ മീനുട്ടിയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരുന്ന്, ചൂടിൻ്റെ മരുന്നും 2 ദിവസം കൂടി ചൂടിൻ്റെ മരുന്ന് 2 ദിവസത്തേക്ക് തന്നു. പിന്നെ ചുമയുടെ മരുന്നും ഒരു 5 ദിവസത്തേക്ക് തന്നിട്ടുണ്ട്. പിന്നെ മോന് പുതിയ ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്. മീനുട്ടി നല്ല കരച്ചിലായിരുന്നു. അവിടെ ചെന്നപ്പോഴേ ബഹളം തുടങ്ങി. ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴേ കരച്ചിലായിരുന്നു. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, വെളിയിലോട്ട് നിൽക്കുക, എനിക്ക് ചെവി വയ്ക്കുമെന്ന് കേൾക്കട്ടെ എന്ന് വരെ ഡോക്ടർ പറഞ്ഞു. അത്ര ബഹളമായിരുന്നു മീനുട്ടി. ഡോക്ടർ മാമൻ എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല, ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇല്ലെന്ന് പറ. ഹലോ ഗായ്സ്, ഡോക്ടർ മാമനെ കണ്ടപ്പോ എന്തിനാ കരഞ്ഞേ? ഹലോ ഗായ്സ്, ഡോക്ടറെ കണ്ടപ്പോഴേ കരയാൻ തുടങ്ങി. ഇത് ആറ് ടോയിയാ? ടോയ് ആരുടെ ടോയ്? അതാണ്ട് കാണിച്ചു. മീനുട്ടിയുടെ ടോയിയാ? ഹലോ ഗായ്സ്, തരത്തില്ല. തരത്തില്ല. ഓഫീസിലെ കൊച്ചിന്റെ സാധനം നിനക്കെന്തിനാ? എന്തിന്? അതിന്റെ ആവശ്യമില്ല. അവനാ വഴക്കുണ്ടാക്കി. മീനുട്ടി, പാപ്പം തരട്ടെ മീനുട്ടിക്ക്? പാപ്പം വേണോ? ഓ, അതൊക്കെ ഭയങ്കര കഴിപ്പാ. ഇതാണ് മീനുട്ടിയുടെ പരിപാടികൾ. എന്തുവാ മീനുട്ടി പരിപാടി? ഇങ്ങോട്ട് വാ.
ആരൂന് ആരൂ കാണാനാന്നോ? ആരോഹി ഇങ്ങോട്ട് വന്ന അമ്മ ഒരു കാര്യം. ആ ഒരു മിനിറ്റ് അമ്മ ഫാൻ ഓഫ് ആക്കട്ടെ. ആ പറ. ഹലോ ഗൈസ്. ഹലോ ഗൈസ് കേക്കത്തില്ല. ഹലോ ഗൈസ് ഫാൻ ഇട്ടാ കേക്കത്തില്ല മോനെ. എന്താണ് കൊച്ചിന്? ആ ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ് പറ. മോനെ വാട്ട് ഈസ് യുവർ നെയിം? ആരോഹി. ചിച്ചിയാ മോനെ. കളഞ്ഞമ്മ. കുഞ്ഞിന് ഉവാവാന്ന് പറഞ്ഞേ. ഉവാവാന്ന് പറ. ഉവാവാന്ന് പറ. മാറ്റ്. ആ ഹലോ ഗൈസ്. Peekaboo, I see you. Peekaboo, I see you. Peekaboo, I see you. Very good. Minuti, where is your hair? Hair. Hair എവിടെ? hair. കുത്തിയോ? പോട്ടെ. മിനുട്ടിയുടെ ഹെയർ എവിടെ? ഐസ് എവിടെ? ഐസ്. നോസ് എവിടെ? അമ്മ ഇങ്ങനെ കാണില്ലേ ഹെയർ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഒന്ന് നൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് പിന്നെ ഒന്നും എടുക്കാഞ്ഞത്. പിന്നെ ഇവിടെ വന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കൽ, പിന്നെ ഇവരുടെ പുറകിനുള്ള ബഹളം അങ്ങനെയൊക്കെ പോയി. പിന്നെ രണ്ടുപേരും കൂടി അടിയും ബഹളമായിരുന്നു. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മിനുവിൻ്റെ റൂമിൽ കയറ്റി. അങ്ങനെ അന്നേരം അവിടെ വെച്ചുള്ള മിനുട്ടിയുടെ സംസാരം കാര്യമൊക്കെയാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വർഷം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ, സീ യു. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.